ശ്രീ എം കെ ഹരിദാസ്, എന്തായാലും ന്യായീകരണങ്ങളൊക്കെ പൊളിയുന്ന സാഹചര്യം തന്നെയാണ്. ഇനിയും എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണവും ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായക തെളിവായ മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നു. അത് എങ്ങനെ നഷ്ടമായി എന്നുള്ളതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് മനഃപൂർവ്വമായി വരുത്തിയ കാലതാമസം എന്നുള്ള വിമർശനം നിലനിൽക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതും ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. എന്തായാലും സ്വന്തമായ അന്വേഷണ കമ്മീഷനും സ്വന്തമായി കോടതിയും ഒക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടി നേതൃത്വത്തിന് ഇത്തരത്തിൽ ഈ കാര്യവും സ്വന്തം ഇഷ്ടത്തിന് പരിഹരിക്കാം, അതിന്റെ ഭാഗമായിട്ടാണോ ഈ CPM ഉന്നത നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ മേയർക്ക് അനുകൂല നിലപാടുമായി ഇങ്ങനെ നിരന്തരം പൊതുസമൂഹത്തിന് മുൻപാകെ വരുന്നത്? ഞാൻ അതിലേക്ക് ഉത്തരം പറയുന്നതിനേക്കാൾ മുമ്പ് ഈ ചർച്ചയിൽ ഭാഗമല്ലാത്ത മരിച്ചുപോയ ഉമ്മൻചാണ്ടി, AK ആന്റണി, ദിലീപ് തുടങ്ങിയവരെ, അതുമാതിരി തന്നെ സരിതാ നായരുടെ പേരൊക്കെ പറയുന്നത് കേട്ടു. ഇത്തരക്കാരൊക്കെ ഈ ചർച്ചയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നതിൽ അങ്ങേയറ്റം എനിക്ക് ഖേദം രേഖപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ട്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞപ്പോൾ അങ്ങേയറ്റം രോഷാകുലനായ വ്യക്തി, ആവശ്യമില്ലാത്ത ഇവരുടെ പേരുകൾ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അത് എൻ്റെ മാന്യത എന്നെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. ചർച്ചയിൽ ആരുടെയൊക്കെ പേര് പറയണമെന്നുള്ളത് ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ അതിനെ എതിരിടേണ്ടത് ചർച്ച നടത്തുന്ന ആങ്കറാണ്. ആങ്കർ പറയാത്തിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള എൻ്റെ മാന്യത ഞാനിവിടെ പറയുകയാണ്. നോക്കൂ, ഈ കറുത്തവരെ തള്ളി പറഞ്ഞിട്ടുള്ള വെളുത്ത സത്യഭാമമാരുടെ കുലം തിരുവനന്തപുരത്ത് മുടിയാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില വേഷം കെട്ടലുകൾ വളർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് രോഹിണി. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അബ്ദുള്ളക്കുട്ടിയും അതുമാതിരി തന്നെ നമ്മുടെ VB ചെറിയാനും ഈ പാർട്ടി വിട്ട ശേഷം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നിലവിലെ ആ KSRTC ബസ്സെങ്കിലും അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് സമാധാനിക്കണം. ഒരു ഭരണയന്ത്രം, കേരളത്തിൻ്റെ മുഴുവൻ ഒരു ഭരണയന്ത്രം ഒരു പാവപ്പെട്ട 710 രൂപ ശമ്പളം പറ്റുന്ന ഒരു ജീവനക്കാരനെതിരെ അങ്ങേയറ്റം രോഷാകുലമായ അന്തരീക്ഷത്തോടുകൂടി പ്രവർത്തിക്കാനും ആ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും അവനെ കഷ്ടപ്പെടുത്തണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ പയ്യനെ 3 ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാനായല്ലോ എന്ന കാര്യത്തിൽ ആ പയ്യനെ അങ്ങേയറ്റം ഞാൻ ആദരിക്കുകയാണ്. അത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് അധിക നാളൊന്നും മുൻപോട്ട് പോകില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു പോലീസ് ഏമാൻ്റെ മകള് ഒരു പോലീസുകാരൻ്റെ, ഗവാസ്കർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ്റെ ചെകിടത്തടിച്ച സംഭവം രോഹിണിക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു അന്ന് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ അത് 2-3 ദിവസം ഊതി വീർപ്പിച്ച് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഈ ചെകിടത്തടിച്ച മകള് സ്വതന്ത്രമായിട്ട് കേരളം വിട്ടിട്ട് ഇപ്പോൾ വേറെ എവിടെയോ പഠിക്കുകയാണ്. എന്തായി ആ കേസ്? ഒന്നുമായിട്ടില്ല. യദൂനും അധിക കാലമൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരം കോപ്രായത്തരങ്ങളെ എതിരിട്ടുകൊണ്ട് അടുത്ത കാലത്ത് അധിക കാലമൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ, അർഹതയില്ലാത്ത പ്രായത്തിലെ ഒരു പെൺകുട്ടിയിലേക്ക് എത്തിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്താണ് നമ്മൾ ഈ പ്രമുഖ വനിത ആര്യ രാജേന്ദ്രൻ്റെ ഇത്തരം പ്രവർത്തികളിലൂടെ മനസ്സിലാക്കേണ്ടത്. നിത്യേന സ്വന്തം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഈ സ്ത്രീ കരുതുകയാണ് എന്തെന്ന്, എനിക്ക് സമൂഹം തരണ്ട, മാന്യത തരുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഇവരിൽ വന്നിട്ടുള്ള ഒരു ഹാലൂസിനേഷൻ സിറ്റുവേഷൻ ഇവരെ അടക്കി വാഴുന്നുണ്ട് എന്ന് വേണം ഈ 710 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പാവപ്പെട്ടവൻ്റെ നെഞ്ഞത്ത് കയറാനുണ്ടായ ആ വികാരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്ത്രീ അവിടെ കാണിക്കുന്നത് കണ്ടില്ലേ, ആരോ മൊബൈലിൽ എടുക്കുന്നത് തരൂ, ഇങ്ങോട്ട് കൈകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. അവരെന്തായിരുന്നു ആ റോട്ടിൽ അവർ കാണിച്ചു കൂട്ടിയത്? ഇവർ മേയർ എന്ന നിലയ്ക്ക് അധികാരത്തിൽ കയറിയ ശേഷം തിരുവനന്തപുരം സിറ്റിയിലൂടെ പോകുമ്പോൾ വേറൊരു നിയമലംഘനങ്ങളും ഈ ബഹുമാന്യ വനിതയുടെ കണ്ണിൽ പെട്ടിട്ടില്ലേ? കേരള ഹൈക്കോടതി 4-5 തവണ കരഞ്ഞുകൊണ്ട് പറയേണ്ടി വന്നു, പൊതുമുതലിൽ കൊടിതോരണങ്ങളും മറ്റതും കെട്ടരുത് എന്നുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും കോർപ്പറേഷനുകളോടും അങ്ങേയറ്റം നമ്മൾ പറയില്ല അടിവരയിട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിട്ട് പോലും അതൊന്നും നീക്കാൻ ഈ കോർപ്പറേഷനുകളോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തയ്യാറായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയപ്പോൾ എല്ലാ പൊതുമുതലിൻ്റെ മുകളിലും എല്ലാ ഇലക്ട്രിസിറ്റി പോസ്റ്റിൻ്റെ മുകളിലും ഒക്കെ ഈ കൊടിതോരണങ്ങളുണ്ട്. ഇതൊന്നും ഈ സ്ത്രീ കടന്നു പോകുന്ന ഭാഗത്ത് ഈ സ്ത്രീ കാണുന്നില്ലേ? അതുപോലെ തന്നെ ഈ സ്ത്രീയെ ഒരു വാഹനവും ഇതുവരെ ഓവർടേക്ക് ചെയ്തു പോയിട്ടില്ലേ? ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, 14 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറിച്ചു നോക്കിയാൽ കേസെടുക്കാൻ നിയമമുള്ള ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഇവർക്ക് അവിടെ ആവശ്യപ്പെട്ടാൽ, നേരത്തെ പ്രിന്റു പറഞ്ഞു, RTO അതുമാതിരി തന്നെ KSRTC കമ്മീഷണർ
സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ പാഞ്ഞെത്താൻ കേവലം 2-3 മിനിറ്റല്ലേ വേണ്ടൂ. ഈ പയ്യനെതിരെ കേസെടുപ്പിക്കാനതാ എനിക്കെതിരെ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ആംഗ്യം കാണിച്ചു, ഇയാൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് ആ പ്രശ്നം അവസാനിപ്പിക്കാമായിരുന്നു. തന്നോട് പറഞ്ഞ മാപ്പിന്റെ ഗൗരവം, അതായത് ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അതാണ് അവർ ഇന്നലെ ചാനൽ ചർച്ചയിൽ ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് അതാണ്. അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് മേഡത്തിന് തോന്നുന്നുവെങ്കിൽ ഞാനതിൽ മാപ്പ് പറയുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന വിഡ്ഢിത്തം പിറ്റേ ദിവസം എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു, ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് തന്നെയല്ലേ നാളിതുവരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 710 രൂപ ശമ്പളക്കാരൻ രാത്രി 8 മണിക്ക് ഈ മഹൽ വനിതയെ വിളിച്ച് സംസാരിച്ച ടെലിഫോൺ സംഭാഷണം ചോർത്തി കൊടുത്തുകൊണ്ട് കേരളം മുഴുവൻ അത് പ്രചരിപ്പിക്കാൻ കാണിച്ച ആ ഉത്സാഹം ഈ 710 രൂപ ശമ്പളക്കാരനോട് ഞാൻ ക്ഷമിച്ചു എന്ന് വരുത്താൻ ഈ മഹൽ വനിത തയ്യാറായില്ല. ഈ മഹൽ വനിതയുടെ കുറെ പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ മഹൽ വനിതയെ സമൂഹ മാധ്യമങ്ങളും അങ്ങേയറ്റം കളിയാക്കിയ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ആരോ പറയുന്നത് കേട്ടു. ഒന്നും കൂടിയുണ്ട്, സഖാവേ നമ്മുടെ ഇവിടെ 40 വേക്കൻസി ഉണ്ട്, നമ്മുടെ സഖാക്കളെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ലെറ്റർ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് എഴുതിയ സംഭവം ഉണ്ടായിരുന്നു. നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ അകത്താവുകയും ഒരു മേയർ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീയാണ് ആദ്യം അത് ചെയ്യേണ്ടത് ഇന്ത്യയിൽ. കാരണം ശ്രീ രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇവരുടെ വാഹനം എങ്ങനെയോ കടന്നു ചെന്നിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായത് രോഹിണിക്ക് ഓർമ്മയുണ്ടോ? എന്തായി ആ പ്രശ്നം? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെക്കെതിരെ കേസെടുക്കും, അത് അങ്ങേയറ്റം നമ്മുടെ പറഞ്ഞില്ലേ സുരക്ഷാ പാളിച്ചയാണ്, ഇവർക്ക് അകത്ത് പോകേണ്ടി വരും, ഇവർക്ക് അത് ചെയ്യേണ്ടി വരും. ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇവർക്ക് തെറ്റ് ചെയ്യാം. ഇവരുടെ വാഹനത്തെ കടന്നുപോയിക്കൊണ്ട് രാത്രി ഇരുട്ടിൽ എവിടെയാണ് രോഹിണി ഈ രാത്രി ഈ പയ്യൻ അഥവാ ലൈംഗിക ചേഷ്ടയുള്ള ഒരു മുദ്ര കാണിച്ചാൽ കാണുക? അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അവനെ ഈ സ്ത്രീക്ക് അറിയോ ഈ സീബ്ര ലൈനിന്റെ പ്രസക്തി എന്താണെന്നുള്ളത്? സീബ്ര ലൈനിന്റെ പ്രസക്തി എന്താണെന്ന് അറിയണമെങ്കിൽ സാമൂഹ്യ ബോധം വേണം. സീബ്ര ലൈനിൽ ഒരു കാറ് കുറുക്കയിട്ട് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ സീബ്ര ലൈനിൽ ഇട്ടിട്ടില്ല എന്ന്. അതിന്റെ തെളിവ് എന്നപ്പോൾ പറഞ്ഞു അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സച്ചിൻ, ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചയിലെ ഡിവൈഎഫ്ഐ നേതാവ് സനോജാണ് പങ്കെടുത്തിരുന്നത്. സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLA ബസ്സിനുള്ളിൽ കയറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണത്. രണ്ടാമത്തെ കാര്യം, കെ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും മുൻ MP ആയ വ്യക്തി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ പിടിച്ചപ്പോൾ അദ്ദേഹം അവിടെ കലി തുള്ളുന്ന ഒരു സംഗതി കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഉള്ള പോലീസിനോടുള്ള ബഹുമാനത്തിന്റെ കോൺഗ്രസ് നേതാക്കൾക്ക്, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാക്കളെ പറ്റി കുറെ പറഞ്ഞുല്ലോ, അതുമാതിരി അദ്ദേഹവും വിലപിക്കുന്നത് കേട്ടു. കെ സുധാകരൻ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ്, അത് പാടില്ല. പക്ഷെ ചാലക്കുടി ടൗണിൽ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ എടുത്ത ആക്ഷനെതിരെ അവിടെ ഒരു SFI-കാരൻ മൈക്കിലൂടെ ആ സബ് ഇൻസ്പെക്ടറെ പൂരെ തെളിവിളിച്ച ഒരു നാട്ടിലാണ് ഒരു സുധാകരൻ, ഒരു മുൻ MP, ഒരു പോലീസ് സ്റ്റേഷനിൽ കാണിച്ച പ്രവണതയെ ചൂണ്ടിക്കാട്ടിയിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പക്വതയില്ലായ്മയുടെ പേരിൽ കാണിച്ച ഒരു പോക്രിത്തരത്തെ ഇവർ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കണം. എന്തൊരു തോന്നിവാസമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഞാൻ ഗുരുവായൂരുകാരനാണ് രോഹിണി, എനിക്ക് എൻ്റെ മുനിസിപ്പൽ ചെയർമാൻ ആരാണെന്ന് അറിയില്ല, പേരറിയാം. നാളെ എനിക്കറിയില്ല, നാളെ ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തു എന്ന കാരണം കൊണ്ട് എനിക്ക് കുറുകെ ഇട്ടുകൊണ്ട് എൻ്റെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാറായോ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നാട്ടിൽ ബസ് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ മെമ്പർമാരെയും എല്ലാ കോർപ്പറേഷൻ ചെയർമാനെയും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എന്താ അറിയോ? പണത്തിന്റെ ഹുങ്കും താനിരിക്കുന്ന സ്ഥാനം കൊണ്ടുള്ള അഹങ്കാരവും കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഞാൻ നിർത്തുകയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും MLA-മാരും അതുമാതിരി തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങൾ നീതി നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ഇറങ്ങിത്തിരിച്ചാൽ ഇവിടെ സാധാരണക്കാരന്റെ ജീവിതഗതിയുടെ അവസ്ഥ എന്താകുമെന്ന് ഈ മേയർ, ഈ പക്വതയില്ലാത്ത ഈ മേയർ ദയവ് ചെയ്തിട്ടൊന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ B. ജയരാജ്, എന്തായാലും മേയറുടെ പരാതിയിൽ ഉടനടി കേസെടുത്ത പോലീസ് ഇതുവരെ യദുവിൻ്റെ പരാതിയിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ യദുവിൻ്റെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് തകൃതിയായി തന്നെ നടത്തുന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ ആരൊക്കെ നടത്തുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെയാണ് നടപടിയെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിലായി 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 3 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു വശത്ത് ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഇരട്ട നീതി സംവിധാനം?
ഇതിനകത്ത് ഇരട്ട നീതിയെക്കുറിച്ച് പറയുമ്പോഴേ എന്തെല്ലാം അശ്ലീല കമൻറ്റുകളും എന്തെല്ലാം സൈബർ ഹെഡിന് എന്തെല്ലാം സാധനങ്ങളാണെന്നറിയാം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ധാരാളമായിട്ട് ഇതുവരെയുള്ള, എനിക്കാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സ്ഥിരമായി എൻ്റെ ആംഗിളിൽ ചിലരെയൊക്കെ നമ്മൾ ഈ അശ്ലീല പോസ്റ്റുകളുടെയൊക്കെ പേരിൽ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. കാര്യം അമ്മാതിരിയുള്ള വളരെ വൃത്തികെട്ട തരംതാണ നിലവാരം കുറഞ്ഞ്, അതായത് സത്യത്തിൽ നമ്മൾ ചോദിക്കുന്നത് പോലെ ഈ ഇവരൊന്നും അമ്മയും പെങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന രീതിയിലുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെയാണ്. എത്ര പോസ്റ്റുകളാണ്, ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല. രോഹിണി അതൊന്ന് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിരുന്നെങ്കിൽ ഈ സൈബർ കേസ് എടുക്കുന്നതിനെ കുറിച്ച് ആരെയെങ്കിലും ഒരാളെ ഈ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നമ്മളുടെ സുഹൃത്ത്, അല്ലെങ്കിൽ നമുക്കെതിരെ തന്നെയോ ഇത്തരത്തിലുള്ളൊരു മോബ് ലിഞ്ചിങ് പോലെ ഒരു സാധനം തന്നെയാണ് സൈബർ ആക്രമണം. അത് ഉണ്ടാവുന്നത് എത്രമാത്രം വൃത്തികേടാണ്, എത്രമാത്രം നമ്മളെ മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യം. ശ്രീ ജയരാജ്, താങ്കൾ ഇതെല്ലാം പറഞ്ഞല്ലോ. ഇവിടെ അപമാനിതയാകുന്നതും അങ്ങേയറ്റം സൈബർ ആക്രമണങ്ങൾ നേരിടുന്നതും ഒക്കെ ആര്യ രാജേന്ദ്രൻ മാത്രമാണോ? ഇതേ ഭാഗം എന്തുകൊണ്ട് KSRTC ഡ്രൈവർ യദുവിന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചുകൂടാ? അയാൾക്കും ഒരു കുടുംബമുണ്ട്, പൊതുസമൂഹത്തിൽ അയാൾ ജീവിക്കുകയാണ്. നാളെ ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റ് എന്ന് തെളിയിക്കുന്നതുവരെ അയാളും എത്രത്തോളം അപമാനിതനായിട്ടാണ് ഈ സമൂഹത്തിന്റെ മുൻപാകെ പിടിച്ചു നിൽക്കുന്നത്. അതെന്താ, ആ വേദനയൊന്നും വേദനയല്ലേ? മേയർ ആര്യ രാജേന്ദ്രന് മാത്രമേ ഇത്തരം സ്ത്രീത്വവും അല്ലെങ്കിൽ വേദനയും ഒക്കെ തോന്നാറുള്ളൂ? തീർച്ചയായിട്ടും അതും തന്നെയാണ് അതേ ഒരു മനുഷ്യൻ എന്നുള്ള രീതി. പക്ഷെ നമ്മൾ ഒരാളുടെ ഈ പ്രീവിയസ് ഹിസ്റ്ററി എന്ന് അന്വേഷിക്കണമല്ലോ. അത് റാഷ് ഡ്രൈവിങ്ങിൻ്റെ പേരിൽ 2 കേസ്, ഇത്തരത്തിലുള്ള അത് കോടതി വെറുതെ വിട്ടൊരു കേസാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല ശ്രീ ജയരാജ്. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ മുൻപ് ഉണ്ടായിട്ടുള്ള കേസുകൾ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ന്യായീകരണവാദങ്ങളിൽ പറയുന്നത്. പക്ഷേ അവിടെ നീതിന്യായ വ്യവസ്ഥ വെറുതെ വിട്ടത് തന്നെയാണ്. അതൊന്നും നമുക്ക് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, KSRTC ഡ്രൈവറായി ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഈ പോലീസ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് എടുത്തത്. ഒരു ക്രിമിനലിനെ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുൻപ് നമ്മൾ ഇതൊക്കെ പല ദിവസങ്ങളിൽ ആവർത്തിച്ചതാണ്. മുൻപ് എന്തായിരുന്നു, അല്ലെങ്കിൽ മുൻപ് എത്ര കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനൊന്നും അടിസ്ഥാനമില്ല. ഇപ്പോഴുണ്ടായ ഈ സംഭവത്തിൽ പോലീസ് എന്ത് നടപടി യദുവിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ എന്തിനാണ് ഈ മൗനം? അത് ചോദിക്കുമ്പോൾ മാത്രം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പണ്ട് ഈ കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്കൊരു, ഇപ്പോൾ അതിവേഗ കോടതിയൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്, 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടിക്ക് 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ കോടതിയിൽ ഇത് വിധി വരുന്നത്. അപ്പോൾ പലപ്പോഴും പല പാരൻസും വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടുന്ന കാര്യമില്ല, കാര്യം അതിൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നൊരു വിഷയമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പല ആളുകളും പല വിഷയങ്ങൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ തന്നെ പല ആളുകളും ഒരു കോംപ്രമൈസ് ലൈനിലൂടെയാണ് 1-2 പ്രാവശ്യം പോലീസുകാരെ വിളിച്ചെന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ ഒന്ന് വിരട്ടി, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പല ആളുകളും കോടതി വരെ അങ്ങ് കയറി ഇറങ്ങാനും കൊണ്ടെത്തിക്കാനും. കാര്യം അറിയാമല്ലോ, കോടതി വ്യവഹാരങ്ങളുടെ ഒരു സുദീർഘമായ ഒരു സമയമെടുപ്പും കോടതിയിലുള്ള അനേകം കേസുകളുടെ ഒരു ഇതും. അതുകൊണ്ട് നമ്മളൊരു കേസിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ഹരിചന്ദ്രനാണ് എന്നൊന്നും എന്തായാലും ഒരാൾ ധൈര്യപ്പെട്ടല്ലോ, ഒരു പരാതി കൊടുക്കാനെങ്കിലും ധൈര്യപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ജയരാജ്, അങ്ങനെയാണ് മുൻകാലത്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ശീലമുണ്ടെങ്കിൽ താങ്കൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, വിവാദങ്ങളുമായിട്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭ മേയറായി ചുമതലയേറ്റത് മുതൽ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ളത്. അതും ഒക്കെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയായി, പ്രീസിഡൻസ് ആയിട്ട് എടുത്തുകൂടെ? കാരണം ഇപ്പോൾ ഇല്ലാത്ത പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തികൾക്കായി ലക്ഷങ്ങൾ തട്ടിയെന്ന് പറയുമ്പോൾ അത് ഒരു കള്ളത്തരം തന്നെയല്ലേ? അതുമാത്രമല്ല, അനധികൃത പാർക്കിംഗ് ഒരു സ്വകാര്യ വെജിറ്റേറിയൻ ഹോട്ടലിന് നഗരമധ്യത്തിൽ അനുവദിക്കുക എന്ന് പറയുന്നതും അത്തരമൊരു ശീലത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ? അപ്പോൾ അതൊക്കെ ന്യായീകരിക്കാം, അതൊക്കെ വിവാദങ്ങളുടെ മാത്രം പശ്ചാത്തലത്തിൽ ഉയരുന്നതാണ് എന്നുള്ളത്. എന്തിന് ഇതുപോലെ പാർട്ടി സഖാവിന് നമുക്ക് വേക്കൻസി ഉണ്ട്, ആരെയൊക്കെ വേണം നിർദ്ദേശിക്കൂ എന്ന് പറഞ്ഞൊരു കത്ത് അയച്ചിട്ട് അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നപ്പോൾ താൻ അത് ഒപ്പിട്ടതേ അല്ല, തൻ്റെ കത്തേ അല്ല എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് അതുപോലെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ലേ? താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ സൈക്കോളജി അത് അവർക്കും വർക്കൗട്ട് ആവുകയല്ലേ? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം രോഹിണി, എനിക്ക് സമയം തരണം, എനിക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കാനായിട്ടുള്ള സമയം തരണം.
എങ്കിൽ മാത്രം ഞാൻ പറയാം. പൊങ്കാലയുടെ കേസ് ഞാൻ പറഞ്ഞത് കോവിഡ് സമയത്താണ് ഈ പൊങ്കാലയുടെ ക്ലിയറൻസ് നടക്കുന്നത്. ആ സമയത്ത് പൊങ്കാല നടക്കുമോ നടക്കത്തില്ല എന്നുള്ള കാര്യം അറിയത്തില്ല. തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ 2 ദിവസം സിറ്റി അണ്ടർ സീജിൽ ഒരു പൊങ്കാല നടത്തുമ്പോൾ എത്രമാത്രം വാഹനങ്ങൾ വേണം, എത്രയധികം ക്ലീനിങ് സ്റ്റാഫ് വേണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യണം. അല്ലാതെ നാളെ നടക്കാൻ പോകുന്ന ശ്രീ ജയരാജ്, എന്തായാലും അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. നമ്മൾ അതിലിങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീ ജയരാജ്, ഞാൻ താങ്കൾ ചോദിച്ച ഇല്ല അത് ക്ലിയർ ചെയ്ത് പോകണം. അത് ക്ലിയർ ചെയ്ത് പോകണം. അത് റിപ്പീറ്റഡ്ലി ഇല്ല അത് ക്ലിയർ ചെയ്ത് പോകണം. ഇത് ക്ലിയർ ചെയ്ത് പോകണം. പ്രവർത്തികൾ അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാണ്. ശ്രീ ജയരാജ്, മുൻകാല പ്രവർത്തികൾ പ്രതിരോധിക്കുമ്പോൾ ശ്രീ ജയരാജ് മുൻകാല പ്രവർത്തികൾ എടുത്തു പറഞ്ഞുകൊണ്ട് യദുവിനെ പ്രതിരോധിക്കുമ്പോൾ അത്തരത്തിലുള്ള മുൻകാല പ്രവർത്തികൾ മേയറുടെ ഭാഗത്തുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സംസാരിച്ചപ്പോഴോ പ്രിന്റു സംസാരിച്ചപ്പോഴോ രോഹിണി ഒരു അക്ഷരം പോലും ചോദിച്ചില്ല. ഇത് വൺ സൈഡഡ് ആയിട്ട് പോവുകയാണ്. ഇത് വളരെ മോശമാണ് രോഹിണി. എന്റെ കാര്യത്തിൽ മാത്രമാണ് താങ്കൾ ഇടപെടുന്നത്. മറ്റു രണ്ടുപേരെ സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. താങ്കൾ മറ്റു രണ്ടുപേരെ സംസാരിക്കാൻ ഞാൻ അതുകൊണ്ടാണ് താങ്കൾ ചോദിച്ചു തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ശ്രീ ജയരാജ്, നമുക്ക് ഇപ്പോൾ ആ വിഷയം സംസാരിക്കാനുള്ള സമയമില്ല. ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ സമയം തരില്ല. ശ്രീ ജയരാജ്, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾക്ക് ഇപ്പോൾ അതൊന്നും ഇവിടെ വിഷയമേ അല്ല. നമ്മൾ ഈ സംഭവത്തിൽ അടിസ്ഥാനമാക്കി മാത്രമാണ് ചർച്ച മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുൻകാല സംഭവങ്ങൾ യദുവിനെ പ്രതിരോധിക്കാൻ എടുക്കുമ്പോൾ അത്തരം മുൻകാല സംഭവങ്ങൾ മേയറെ സംബന്ധിച്ചുമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. താങ്കളിലേക്ക് എത്താം, മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രിന്റു മഹാദേവ്, എന്തായാലും ഇവിടെ നീതിന്യായ വ്യവസ്ഥ കൃത്യമായി നടക്കണമെങ്കിൽ തെളിവുകൾ ശേഖരിച്ചേ മതിയാവുകയുള്ളൂ. നിർണായകമായ തെളിവുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് CPM നേതാക്കൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതേ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം പോലീസിന്റെ ഇടപെടലും വരുന്നത്. കാരണം അമിത രാഷ്ട്രീയ സമ്മർദ്ദം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് എത്രത്തോളം നിർണായകമായിരിക്കും? തീർച്ചയായും ഒന്നാമത്തൊരു കാര്യം, ഇവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ദുഷ്പ്രഭുത്വം അല്ലെങ്കിൽ അധികാര ദുഷ്പ്രഭുത്വം ഒരു ചെറുപ്പക്കാരനെ നിരന്തരമായി വേട്ടയാടുന്നു. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെയൊക്കെ ഒരു പുക നമ്മൾ അവസാനിക്കുമെങ്കിലും ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇനി കൃത്യമായിട്ട് നമുക്ക് ആശങ്കയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശൈലി നമുക്കറിയാം. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ അടിയന്തരാവസ്ഥയിൽ പിണറായി വിജയനെ ആക്രമിച്ച അന്നത്തെ ഒരു കോൺസ്റ്റബിൾ, പിന്നീട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് പീരീഡിന് ശേഷം ഈ കേരളത്തിൽ പോലും അദ്ദേഹത്തിന്റെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് അദ്ദേഹം ഉത്തര ഇന്ത്യയിലെ ഏതോ സംസ്ഥാനത്ത് സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാടാണ്. കാരണം അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ ഇപ്പൊ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജയരാജിന്റെ ഒക്കെ ന്യായീകരണം കേട്ട് കഴിഞ്ഞ സത്യത്തിൽ ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് ആളുകളെ ചികിത്സിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യത്തിന്റെ കാര്യഗൗരവം കൃത്യമായി മനസ്സിലാക്കാതെ അന്ധമായിട്ട് ന്യായീകരിക്കുകയാണ് ഇവർ. അത് ഇവരുടെ ഒരു സ്ഥിര ക്യാപ്സൂളാണ്. സ്വാഭാവികമായിട്ട് പോലീസ് സംവിധാനം ആയിക്കോട്ടെ, ഇപ്പൊ മെമ്മറി ആയിക്കോട്ടെ, ഇപ്പൊ ഈ നാളുകളിൽ ഒരു സംരക്ഷകർ ഇപ്പൊ തൽക്കാലം ഈ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ചെറുപ്പക്കാരന് ജോലിയും നഷ്ടമാകും. പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് വേട്ടപ്പട്ടികൾ വേട്ടയാടുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിനെതിരെ പൊതുസമൂഹം കൃത്യമായിട്ട് ഒരു ജാഗ്രത പാലിക്കുകയും അതോടൊപ്പം നമുക്കറിയാം ഈ പോലീസ് നീതിന്യായ സംവിധാനത്തിനപ്പുറത്തേക്ക് കോടതികൾ പോലുള്ള സംവിധാനങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് ആദ്യം നടത്തേണ്ടത്. കാരണം കൃത്യമായിട്ട് അദ്ദേഹം പടം നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഒരു മേയർക്കെതിരെയാണ്, ഒരു MLA-ക്കെതിരെയാണ്. DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഇന്നത്തെ ഭാഷയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ഇവർ നിമിഷ നേരം കൊണ്ട് തന്നെ ചുട്ടരിച്ചു കൊല്ലും എന്നൊരു രീതിയിലായിരുന്നു. അവരെ ന്യായീകരിക്കുന്ന ആളുകളെ പോലും ഇവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള നെറികേടുകളോ തെറ്റോ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനെ ഏതറ്റം വരെയും ചെന്ന് ന്യായീകരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഈ കേരളത്തിന്റെ സമൂഹത്തിലുണ്ട്. അതിന് കുട ചൂടാൻ വേണ്ടിയിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കും. അതിന് ഒത്താശപ്പെടണം. സഹപ്രവർത്തകനായിട്ടുള്ള കണ്ടക്ടർ പോലും അത് ഇപ്പോൾ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിനകത്ത് അത് ആരാണത് മാറ്റി എന്നുള്ളത് കൃത്യമായിട്ട് അത് ഇപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരനല്ല എന്നുള്ള ഡ്രൈവർ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ പോലെ, കാരണം അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളായിരുന്നു. അപ്പൊ അദ്ദേഹമല്ല. എപ്പോഴും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു ഭരണകൂട സംവിധാനം തന്നെ
ഒരു ചെറുപ്പക്കാരനെ ദ്രോഹിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മാനസികവും ശാരീരികവും വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ആര്യ രാജേന്ദ്രന് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ട്. അദ്ദേഹം ഇവരെ പോലെ MLA മേയറോ അല്ല, അദ്ദേഹം ഒരു 710 രൂപയുടെ ജീവനക്കാരനാണ്, സാധാരണ ജീവനക്കാരനാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു ജോലി അറിയാത്തത് കൊണ്ടാവാം 16 മണിക്കൂറാണ് അദ്ദേഹം 710 രൂപ മേടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം രാവിലെ ഒരു 12 മണിക്ക് എടുത്ത വാഹനം 10 മണി വരെ അദ്ദേഹം ഡ്രൈവ് ചെയ്തു വരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ ജീവിതം ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ നപുംസകങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകുമെന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങളുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ കണ്ണൂരിൽ വിനീത കോട്ടായി എന്ന് പറയുന്ന ഒരു വനിതയുണ്ട്. കുറെ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അവർ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. വിനീത കോട്ടായി ഒരു വനിതയാണ്. ആ വനിത ഇന്നും നിരന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഊരുവിലക്കൻ അതിജീവിച്ചുകൊണ്ട് കണ്ണൂരിന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇപ്പോൾ റഹീം പറയുന്നു, വലിയ സ്ത്രീപക്ഷം പറയുന്നു. ഈ ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വാളയാറിലെ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് നീതി നിഷേധിച്ചപ്പോൾ ഇവരുടെ സ്ത്രീപക്ഷ ചിന്ത എവിടെയായിരുന്നു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? വാളയാറിനെ പോലെ പിഞ്ചു പൈതങ്ങളെ അതിനിഷ്ഠൂരമായിട്ട് പീഡിപ്പിച്ച ആളുകൾക്ക് ഒത്താശ പാടിയുന്ന ആളുകൾക്ക് അപ്പൊ സ്ത്രീപക്ഷ ചിന്തയില്ല. ഇപ്പൊ റഹീമിന്റെ തൊട്ടു മുമ്പിലാണ് കഴിഞ്ഞ 62 ദിവസമായിട്ട് 10,000-കണക്കിന് ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടിയിട്ട് നിരാഹാരവും സത്യാഗ്രഹം ഇരുന്നത്. അപ്പോഴെവിടെയായിരുന്നു ഇവരുടെ ഔന്നിത്യബോധം? എവിടെയായിരുന്നു? അപ്പൊ ഇവരുടെ ഔന്നിത്യബോധം എന്നൊക്കെ പറയുന്നത് ഇവരുടെ ആളുകൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് ഔന്നിത്യബോധം, അങ്ങനെ തന്നെ പറയാം. കാരണം നുണയെ ഇവർ പെരുന്തുണയാക്കും, പെരുന്തുണയെ ഇവർ സത്യമാണെന്ന് പ്രചരിപ്പിക്കും. ഇങ്ങനെ ഗീബൽസിന്റെ തന്ത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ ഇവർക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ് പൊതു ശൈലി. പക്ഷെ ഈ ശൈലി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ പൊതുജന പ്രവർത്തകർ, അതുപോലെ തന്നെ ആ ചെറുപ്പക്കാരന്റെ മനോവീര്യം അതുകൂടി നമ്മൾ അംഗീകരിക്കാതെ വയ്യ. കാരണം അദ്ദേഹം 4 ദിവസമെങ്കിൽ 4 ദിവസം ആത്മാഭിമാനത്തോടു കൂടിയ ചെറുപ്പക്കാരൻ പോരാടി. സത്യത്തിൽ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള മുഴുവൻ ചെറുപ്പക്കാരുടെയും നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ ചെറുപ്പക്കാരുടെ പ്രതീകമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ കാണാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് അറിയാം ഞാൻ ഏറ്റുമുട്ടുന്നത്, അദ്ദേഹത്തിന് ആദ്യം അത് മനസ്സിലായെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഏറ്റുമുട്ടുന്ന ഒരു ഭരണകൂട സംവിധാനത്തിനോടാണ്. ശരി ശരി. ശ്രീ MK ഹരിദാസ്, എന്തായാലും ഈ അന്വേഷണം ഏതു രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ അന്വേഷണം ഒരു രീതിയിലും മുൻപോട്ട് പോകില്ല. യദുവിൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ള പോലീസ് നാളെ സമയം 5 ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇനി പേരിനെ, കാരണം സമൂഹം മുഴുവൻ, കേരളത്തിലെ വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാരും വലിയൊരു വിഭാഗം CPMകാരും വലിയൊരു വിഭാഗം BJPക്കാരും ഈ യദുവിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതിൻ്റെ പേരിലൊന്നും കേസ് എടുക്കാനും അത് മുൻപോട്ട് കൊണ്ടുപോകാനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മുഴുവൻ പിന്തുണയുമുള്ള നമ്മുടെ ഈ ആര്യ രാജേന്ദ്രനെതിരെ ചെറുവിരൽ അനക്കാൻ നമ്മുടെ കേരളത്തിലെ ഭരണയന്ത്രം തയ്യാറാവില്ല രോഹിണി. അത്തരത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റാണ്. കാരണം ഞാൻ അതിന് പറയുന്നത് എന്താ വെച്ചാൽ 13/7/23 പുനലൂരിലെ ഒരു 4 കൂടിയ കവലയിൽ വെച്ചിട്ട് AI ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളതിൻ്റെ 3-ാം ദിവസം നടന്നിട്ടുള്ള സംഭവമാണെന്ന് ആലോചിക്കണം. ശിവൻകുട്ടിയുടെ വാഹനം ഇടിച്ചിട്ട് ഒരു ആംബുലൻസ് 3 തവണ മറിഞ്ഞത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ആംബുലൻസ് ഡ്രൈവർക്കെതിരെയാണ് നിലവിൽ കേസ് നിൽക്കുന്നത്. ശിവൻകുട്ടിയുടെ ഡ്രൈവർക്കോ ശിവൻകുട്ടിക്കോ യാതൊരുവിധ കേസും എടുക്കാത്ത കേരളത്തിൽ നാളെ ഈ യദുവിനെതിരെ ഇത്തരത്തിലുള്ള അട്ടഹാസം മുഴക്കിയ ഒരു മേയർക്കും അവരുടെ ഭർത്താവിനുമെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ആന മണ്ടത്തരമായിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും സിദ്ധാന്തവുമുണ്ട്. അവരെ എതിർക്കുന്നവരാരാണോ അവരെ ഉന്മൂലനം ചെയ്യുക. ഉന്മൂലനവാദം നിലനിർത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇനി നമുക്ക് ഈ ഇവിടെ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള പ്രൊഫസറോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു മകനെ അതിക്രൂരമായി പീഡിപ്പിച്ച് SFIക്കാർക്ക് ഒന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള ആ അച്ഛൻ്റെ രോദനത്തിനെതിരെ സൈബർ ആക്രമണം നടത്താം, ട്രോൾ ഉണ്ടാക്കാം. അത് തെറ്റല്ല. അത് ചെയ്യുന്നത് ആരാണ്? അത് CPMകാരും DYFIക്കാരും SFIക്കാരുമാണ്. ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ പാവം സ്ത്രീ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പഠിക്കൽ നിരാഹാര സമരം വരെ നടത്തിയിട്ട് നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അവരെ ട്രോളാം. അവർക്കെതിരെ പരിഹാസ്യമായിട്ടുള്ള ഒരുപാട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടാം. അത് തെറ്റല്ല. ICU പീഡന കേസിൽ ഇപ്പോൾ ഇവിടെ മനഃശാസ്ത്രജ്ഞനായി അദ്ദേഹം പറഞ്ഞു, അത് ഒരു ആസ്പത്രിയിൽ നടന്ന സംഭവമാണ്. അതിലെന്താണ് ഇത്ര പ്രത്യേകത? ആസ്പത്രികളിലെ ICUവിലെ പീഡനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ICUവിലെ ആൾക്കാരെ ബോധം കെടുത്തി കെടുത്തണമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. ന്യായീകരിക്കാൻ വേണ്ടി സംഘടനാ തലത്തിൽ വന്ന നഴ്സുമാർ പറഞ്ഞതാണ് ഏറെ ദുഃഖകരം. അത് ശ്രീ ജയരാജ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ചോദിക്കണം. അതായത് പൊതുസമൂഹത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ആ പീഡനത്തിന് വിധേയയായി അങ്ങേയറ്റം
അങ്ങേയറ്റം ദുഃഖിതയായിരിക്കുന്ന സ്ത്രീയോട് പറഞ്ഞതാണ്, ഇതൊന്നും അത്ര കാര്യമാക്കേണ്ടതുണ്ടോ, ഭർത്താവ് ചെയ്യുന്നതൊക്കെ തന്നെയല്ലേ അയാൾ ചെയ്തത് എന്നാണ്. എങ്ങനെ ഇത്ര അപഹാസ്യമായി ഒരു ഇരയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ്. ഒന്ന് 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 രോഹിണി, നിങ്ങളൊരു സ്ത്രീ ആയിട്ട് പോലും ഞാനിത് വിളിച്ചു പറയാത്ത എന്താണെന്നറിയോ? നിങ്ങൾ ഈ ചർച്ച നടത്തുന്ന കാരണം കൊണ്ടാണ്. അനിൽ നമ്പ്യാരായിട്ട് നടത്തുകയാണെങ്കിൽ ഞാനിത് വിളിച്ചു പറയുമായിരുന്നു. കാരണം എന്നിലെ മാന്യത നിങ്ങൾ പറയാറായിട്ടില്ല. നിങ്ങൾ പറയാറായി അവർ പറയും. എന്നിലെ മാന്യത ഇത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ വാക്ക്. എത്ര അപഹാസ്യമായിട്ട് ഈ പാർട്ടിയും ഈ പാർട്ടിയിലെ പ്രവർത്തകരും ഇവരുടെ യുവജന സംഘടനകളും തകർന്നു പോയി എന്നുള്ളതൊന്ന് മനസ്സിലാക്കൂ. ഈ ഡിവൈഎഫ്ഐക്കാർ ഇപ്പം ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടും പറഞ്ഞത് ആര്യയെ വേട്ടയാടുന്നത് ആര്യ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ടാണ്. എന്തൊരു അപഹാസ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത്. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവ് ഒരു 4 കൊല്ലം മുമ്പ് വയനാട്ടിൽ വെച്ചിട്ട് അവരുടെ സമയം കഴിഞ്ഞിട്ടും അവർ പ്രസംഗിച്ചപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ അവരെ തടഞ്ഞതിനെ അവർ സ്റ്റേജിൽ നിന്നിട്ട് ആ സബ് ഇൻസ്പെക്ടർ അങ്ങേയറ്റം മോശമായ രീതിയിൽ സംസാരിച്ചതിന് ഈ ബിന്ദു കൃഷ്ണയെ നമ്മുടെ സമൂഹ മാധ്യമവും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും എത്ര അധികം അപഹസിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപഹാസ്യകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അവിടെ ആര്യ രാജേന്ദ്രൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ ന്യായീകരിക്കാൻ വരുന്നവരോട് എന്താണ് നമ്മൾ ഇവരോട് പറയുക? അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ സ്ഥാപനത്തിൽ കഴിഞ്ഞ മാസം ഒരു വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. 55-ാം വയസ്സിലെ KSRTCയിലെ മെക്കാനിക്കൽ ഉദ്യോഗം രാജിവെച്ചിട്ടുള്ള ഒരു വ്യക്തി. എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ ഒരു ഗോഡൗൺ ആണ്. തലച്ചുമടെടുക്കണം, സാധനങ്ങൾ എടുത്ത് വണ്ടിയിൽ കയറ്റണം, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങ് തരുന്ന 15,000 രൂപ എനിക്ക് കൃത്യമായി കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ ഗതി കെട്ടിട്ട് ഒരുത്തൻ 710 രൂപയ്ക്ക് 12 മണിക്കൂർ ജോലി ചെയ്യാൻ വേണ്ടി ഒരു KSRTCയിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരുത്തനെ അവൻ്റെ നിയമലംഘനങ്ങളും അവൻ ചെയ്തിട്ടുള്ള അപഹാസ്യ ഒരു വിധത്തിലും തെറ്റില്ലാത്ത വിധത്തിലുള്ള അവൻ്റെ പ്രവർത്തികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളാവാൻ ശ്രമിച്ചിട്ടുള്ള ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നവർക്ക് മേയറായിട്ട് തുടരാൻ യാതൊരുവിധ അർഹതയുമില്ല. അല്പമെങ്കിലും ധാർമ്മികത അവരിലുണ്ടെങ്കിൽ അവർ പറയണം, ഈ സംഗതിയിൽ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഈ മേയർ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു മാതൃകാ വനിതയാകാൻ അവർ ശ്രമിച്ചാൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ തുടർന്നും അവർ ഈ മേയർ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്രയും അപഹാസ്യമായ പ്രവർത്തികൾ തന്നെ സമൂഹം ആദരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ആ ഹാലൂസനേഷന്റെ പേരിൽ നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ ജയരാജും പ്രിന്റു മഹാദേവും കേവലം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ദയവായി സഹകരിക്കുക. ശ്രീ ജയരാജ്, ഒരു മിനിറ്റിൽ താങ്കൾ അവസാനിപ്പിക്കുമെന്ന് കരുതുന്നു. ഒരു കൃത്യമായി ഈ വിവാദത്തിന്റെ പേരിൽ സ്വയം അപഹാസ്യമാകുന്ന കാഴ്ച തന്നെയല്ലേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? ശ്രീ ജയരാജ്, വിഷയത്തിലേക്ക് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സ്വയം അപഹാസ്യരാകുന്നത് ആരാണെന്ന് ഇപ്പൊ കണ്ടോണ്ടിരിക്കുക, പൊതുജനം കണ്ടോണ്ടിരിക്കുക, ചാനൽ എല്ലാരും. ശരി, മേയറെ ന്യായീകരിക്കുന്നതിലുപരി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാലൂസിനേഷൻ ഉള്ള വാക്കിന്റെ അർത്ഥം പോലും അറിയാതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ഈ പൊളിയുന്ന മേയറെ ന്യായീകരിക്കുന്നതിന്റെ കാര്യമല്ലോ, മേയറോടല്ലേ വൃത്തികേട് കാണിച്ചത്. പിന്നെ മേയർ അല്ലാതെ പിന്നെ മറ്റേ മുദ്ര കാണിച്ചവനെ താങ്കൾ ചികിത്സിച്ച കുറച്ച് പേര്, താങ്കൾ പഠിപ്പിച്ച കുറച്ച് പേര് താങ്കളുടെ കഴിവിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ നമുക്ക് വ്യക്തിപരമായി കടക്കണ്ട. ശ്രീ പ്രിന്റു, ശ്രീ ഹരിദാസ്, നമുക്ക് വ്യക്തിപരമായി കടക്കണ്ട. ശ്രീ പ്രിന്റു, അദ്ദേഹം എന്നെ പറയുമ്പോൾ രോഹിണി പറയണമായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള വനിതാ നേതാവായതുകൊണ്ടല്ല ആര്യ രാജേന്ദ്രന്റെ പെരുംകള്ളിയായിട്ടുള്ള രാഷ്ട്രീയക്കാരിയായതുകൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ അദ്ദേഹത്തിന്റെ ഇത്തരങ്ങളുടെ ആര്യരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിക്കോട്ടെ, കേരളത്തിൽ തന്നെ ഇത്രയും രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരു വനിതാ നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വനിതാ നേതാവ്, അത് ആര്യ രാജേന്ദ്രൻ. സ്വാഭാവികമായിട്ട് അവർ ജനങ്ങളോട് ഉള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നത് വലിയ പരാജയമാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ അവർ മേയർ സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. ശരി, എന്തായാലും അധികാര ഗർവം ഈ പൊള്ളയായ വാദങ്ങളുമൊക്കെ തകർന്നടിയുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.